പത്തനംതിട്ട വെച്ചൂച്ചിറയിൽ തെരുവുനായ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ഇവിടെ 6 പേരെയാണ് തെരുവുനായ കടിച്ചത്. സ്കൂൾ വിദ്യാർത്ഥിനി അടക്കം 6 പേരെ തെരുവുനായ കടിച്ചു. പിന്നീട് ഈ തെരുവുനായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. ഇന്ന് തെരുവുനായ അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ഒപ്പം ഡിവൈഎഫ്ഐയുടെ ഒരു പ്രതിഷേധ സമരവും ഇന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് നടക്കുന്നുണ്ട്. എത്രമാത്രം രൂക്ഷമാണ് ഇവിടെ തെരുവുനായ ശല്യം? ഇന്നലെ ഒറ്റ ദിവസം ഈ 100 മീറ്റർ ചുറ്റളവിൽ 4 പേരെയാണ് പട്ടി കടിച്ചിട്ടുള്ളത്. ഈ പ്രദേശത്ത് 6 പേരോളം ഇന്നലെ തന്നെ പട്ടി കടിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പട്ടി കടിച്ചതിൻ്റെ അകത്ത് 2 പേർ വിദ്യാർത്ഥികളാണ്. ഒന്നൊരു ചെറിയ കുട്ടിയാണ്, മറ്റൊന്നൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. ഒരു തരത്തിലും സ്കൂളിൽ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലോട്ടാണ് പോകുന്നത്. പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനകത്തൊരു അനാസ്ഥയാണ് സ്വീകരിക്കുന്നത്. നിരന്തരം നമ്മൾ ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്, നിരന്തരം ഇത് ആവശ്യപ്പെട്ടതാണ്. എന്നാലും അതിനൊരു ക്രിയാത്മകമായി പരിഹാരം കാണുന്നതിനോ ഡോഗ് ക്യാച്ചർമാരെ വിളിക്കുന്നതിനോ ഇതിന് വന്ധീകരണം നടത്തുന്നതിനുൾപ്പെടെയുള്ള ഉത്തരവാദിത്തങ്ങൾ പഞ്ചായത്ത് നിറവേറ്റാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, റോഡിന്റെ ഒത്ത നടുവിൽ ഒരു തെരുവുനായ നിൽക്കുന്നുണ്ട്. ഇവിടെ സ്കൂൾ പരിസരം കൂടിയാണ്. സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഇത് വലിയ ഭീഷണിയാണ്. തെരുവുനായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ഭീഷണിയാണ്. പ്രത്യേകിച്ച് കൊച്ചുകുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണ് ഇവിടെ തൊട്ടടുത്തുള്ളത്. അപ്പോൾ 100ഓളം തെരുവുനായ്ക്കൾ ഇവിടുത്തെ ഈ പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അലഞ്ഞിരിഞ്ഞ് നടപ്പുണ്ട്. അപ്പോൾ ഇവയ്ക്ക് യഥേഷ്ടം ആഹാരം കിട്ടുന്നുണ്ടോ എന്നുള്ളതുകൊണ്ടാണ് ഇത്രയധികം പെരുകാനായിട്ട് ഇടയാകുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഈ പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ ഒരു വനപ്രദേശമുണ്ട്, അവിടെ വേസ്റ്റ് കൊണ്ടിടുന്നത്. പിന്നെ ഇവിടെയുള്ള കുറേ അനധികൃത ഇറച്ചി വ്യാപാര കേന്ദ്രങ്ങൾ, അവിടെ നിന്നുള്ള വേസ്റ്റുകൾ, ഇതൊക്കെ ഇവയ്ക്ക് കിട്ടുന്നതുകൊണ്ടാണ് ഇവ ഇത്തരം പേര്. ഇപ്പോൾ ഇന്നലെ തന്നെ ഒരു കൊച്ചുകുട്ടിയെ വളരെ ക്രൂരമായിട്ടാണ്, വളരെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കാനുണ്ടായത്. അതോടൊപ്പം തന്നെ ഇത് പ്രകോപിതമായ ഈ ഒരു നായ തൊട്ടടുത്തുള്ള മറ്റ് 3-4 പേരെ കൂടി ഉപദ്രവിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ മറ്റ് നായ്ക്കളെ ഇത് കടിച്ചിട്ടുണ്ട്. ഇത് പേവിഷബാധയുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നായ്ക്കൾക്കും പേവിഷബാധ ഉണ്ടാകും. അത് കൂടുതൽ വലിയ ഗുരുതരമായ ഒരു പ്രശ്നം ഉണ്ടാക്കും. ഇപ്പോൾ വഴി കൂടി നടക്കാൻ പറ്റാത്തൊരവസ്ഥ. ഇപ്പോൾ സാറേ ഇവിടെ നമ്മുടെ തൊട്ട് മുമ്പിൽ തന്നെ 2 നായ്ക്കൾ ഇവിടെ നിൽക്കുക, ഒരു പേടിയില്ല. അപ്പോൾ ഇവയ്ക്കൊക്കെ പേവിഷബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് വലിയ ഗുരുതരമായ പ്രശ്നമായിട്ട് മാറും. ഇവിടെ മാലിന്യം പലയിടങ്ങളിലും കിടക്കുന്നത് തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതിന് കാരണമാകുന്നുണ്ടോ? ഉണ്ട്. മാർക്കറ്റ് മുഴുവൻ മാലിന്യമാണ്. ഇതിനു മുൻപ് മാർക്കറ്റായിരുന്നു, ഇപ്പം മാർക്കറ്റ് നിലവിലില്ല. അതിനകത്ത് മുറ്റം ഹരിതകർമ്മസേനയുടെ മാലിന്യമാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. അതാണ് പ്രധാന കാരണം. ഇന്നലെ പെൺകുട്ടിയെ നായ കടിച്ചതിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഇത് എത്രത്തോളം രൂക്ഷമാണെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം ഇവിടെ ഇതിനു മുമ്പും പേവിഷബാധയേറ്റ പട്ടികളെ ജനം കൈകാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്ത് അടക്കമുള്ള നടപടികൾ വരുമ്പോൾ ഇത് ആളുകളെ കടിച്ചതിന് ശേഷം മാത്രം നടപടി എടുക്കുക എന്ന നിലയിലേക്ക് മാറാൻ സ്ഥിതിയുണ്ട്. അത് ഇനി തുടരാൻ വേണ്ടി സാധിക്കില്ല. അടിയന്തരമായ ഒരു സംയുക്ത യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് പഞ്ചായത്ത് കൃത്യമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്, അല്ല സർക്കാരോ മറ്റു സംവിധാനങ്ങളല്ല. ഇവർ മുൻകൈ എടുത്ത് കൃത്യമായ റിപ്പോർട്ട് നേടിക്കൊണ്ട് ഇവർ കൃത്യമായി തന്നെ ഇതിന് ജനകീയ അടിത്തറയോടെ കൂടി നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഡോഗ് ക്യാച്ചർമാരെ കൊണ്ടുവരണമെങ്കിൽ ആ രീതിയിൽ പഞ്ചായത്ത് ഇടപെടണം. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ നാട്ടുകാർക്കൊക്കെ ഒരു ഭീതിയുണ്ട് ഇതുവഴി കടന്നു പോകുമ്പോൾ. കണ്ടാൽ ഭീതിയുണ്ട്. കാരണം ഞങ്ങളൊക്കെ സ്ഥിരം ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഇഷ്ടംപോലെ തെരുവുനായാണ് ഇതിൽ അരഞ്ഞിരിഞ്ഞ് നടക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിനൊരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തണം. ഇന്നലെ കടിച്ച തെരുവുനായ അതിനെ തല്ലിക്കൊന്നു. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയത്തില്ല. നമ്മൾ മാധ്യമങ്ങളിൽ മാത്രമാണ് കണ്ടത്. പക്ഷേ എങ്കിലും വെച്ചിച്ചിറ പഞ്ചായത്തിന്റെ ഏറ്റവും കൂടുതൽ ഈ മാർക്കറ്റിൽ തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ്. മാർക്കറ്റ് ഇവിടെ അടുത്ത് തന്നെയാണ്. അടുത്ത് തന്നെയാണ്. ഇവിടെ നമുക്ക് കാരണം എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികളടക്കം സാധാരണക്കാരുടെ കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. അവരെല്ലാം നടന്നാണ് സ്കൂളിലേക്ക് പോകുന്നത്. കുട്ടികൾക്ക് വളരെയധികം ഭീഷണിയിലേക്ക് മാറിയിരിക്കുകയാണ് തെരുവുനായ്ക്കളുടെ ശല്യം. ഈ ഇറച്ചിക്കോഴി അതുപോലെയുള്ള മാംസാവശിഷ്ടങ്ങൾ പലയിടത്തും കിടക്കുന്നതും തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതിനേക്കാൾ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പല സൈറ്റിലാണെങ്കിലും കടക്കാർ തന്നെ കൊണ്ട് തള്ളുന്നുണ്ട് മാലിന്യങ്ങൾ. അത് പലയിടത്തും നമ്മൾ പരാതിപ്പെട്ടിട്ടുണ്ട്. അതിനിങ്ങനെ നടപടികൾ എടുക്കുന്നുണ്ട് അവർ. തെരുവുനായ വിഷയത്തിൽ വെച്ചുച്ചിറ നിവാസികൾ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം ഇന്നലെ 6 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഇപ്പോൾ തന്നെ നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും, തെരുവുനായകൾ ഒരു ഭീതിയുമില്ലാതെ ഈ സമയത്ത് റോഡിലൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഇവിടെ സ്കൂൾ വിദ്യാർത്ഥികളൊക്കെ ബസ്സൊക്കെ കാത്തു നിൽക്കുന്നുണ്ട്. അതിൻ്റെ സമീപത്ത് തന്നെയാണ് ഈ തെരുവുനായകളുടെ സാന്നിധ്യമുള്ളത്. അതുകൊണ്ട് തെരുവുനായകളെ പ്രതിരോധിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ഫലപ്രദമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.